Good evening to all. Calicut University 6th Sem BCom Corporation Specialization Paper Cooperative Management and Administrationൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ എടുക്കുന്നത് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ചാപ്റ്ററാണ്. ചെറിയൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. നമുക്കൊരു 4-5 കാര്യങ്ങളെ ഇതിലാകെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഈ ഒരു സെയിം ചാപ്റ്റർ നമുക്ക് 5th സെമ്മിൽ ലീഗൽ എൻവയോൺമെൻറ്റിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാട്ടെ, ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. എനിവേ, ഈ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നത് ഒരുപാട് ഒബ്ജക്റ്റീവ്സുമായിട്ടായിരിക്കും. അതായത് അതിലെ മെമ്പേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അച്ചീവ് ചെയ്യുന്നില്ല, അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അച്ചീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിക്വിഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ഈ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ. ഓക്കെ, ദ പേഴ്സൺ ഹു അപ്പോയിൻറ്റഡ് ബൈ ദി രജിസ്ട്രാർ ഇൻ ഓർഡർ ടു ഡീൽ ആൻഡ് ഡിസ്കസ് ദി മാറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദി വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. ഈ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ലിക്വിഡേഷൻ അതായത് ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ്. ഓക്കെ, മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഹൂ ഈസ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? എനിവേ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോംഡ് വിത്ത് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. മെമ്പേഴ്സ് നോർമലി accept certain services from a society, but this may not be really achieved from a defunct or dormant society. If the society is going against its objectives and beyond its powers, there is no other alternative but it dissolve it. The competent authority under the act to winding up or dissolve the society is the registrar, who usually appoints a liquidator for the purpose. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി, അതായത് ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിൻ്റെ കുറച്ച് സർക്കംസ്റ്റൻസ് അതെങ്ങനെയാണ് വരുന്നത്, അതായത് എന്തൊക്കെ ഒരു 3 പോയിൻറ്റ്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു ലിക്വിഡേഷൻ അല്ലെങ്കിൽ ഒരു വൈൻഡിങ് അപ്പ് ഒരു സൊസൈറ്റിക്ക് വരാം. അതിൽ 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് പറഞ്ഞതാണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 25. അതായത് മിനിമം 25 പേരെങ്കിലും വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വരാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മിനിമം 25 ആണെങ്കിലും. 10 പേരുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. 25 പേരുണ്ടെങ്കിലാണ് അത് എന്ത് ചെയ്യാൻ കഴിയുക, രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ ആ 25-ൽ താഴെയാണ് അതിലുള്ള മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 25. 25-ൽ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിലോട്ട് പോകുന്ന പറയുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റി ഹാസ് നോട്ട് കമ്മൻസ്ഡ് വർക്കിംഗ് വിത്തിൻ 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 6 മാസമായിട്ടും ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിലോട്ട് ആ ഒരു വർക്കൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നതാണ് വൈൻഡിങ് അപ്പിലോട്ട് വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി 3-ാമത്തെ പോയിൻ്റാണ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അതായത് ആക്ച്വൽ വർക്കേഴ്സ് പോലും, അതായത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് താഴെയായിട്ട് നമ്മുടെ ആക്ച്വൽ വർക്കേഴ്സ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഒരു വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും അത് സർക്കംസ്റ്റൻസ് ലിക്വിഡേഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് സർക്കംസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ, അതായത് ആരാണ് ലിക്വിഡേറ്റർ. നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നോക്കാം കേട്ടോ. എ ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ടു ലിക്വിഡേറ്റ് ദ സൊസൈറ്റി ഓർ ടു വൈൻഡ് അപ്പ് ദി അഫെയർ ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ അതിന് വേണ്ടിയിട്ടോ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് ദി അഫെയർ ഓഫ് ദി സൊസൈറ്റി അതിന് വേണ്ടിയിട്ടോ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അയാളെയാണ് ആര് പറയുന്നത്, ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ രജിസ്ട്രാർ ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ് ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി സൊസൈറ്റി. ആരാണ് ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ് ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ രജിസ്ട്രാർ ഈസ് ഓൾസോ കോമ്പിറ്റഡ് ടു ഫിക്സ് ദ റെമ്യൂണറേഷൻ ഫോർ ദി ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? രജിസ്ട്രാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞത് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയും സ്ക്രീൻഷോട്ട് എടുക്കുകയും എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററുടെ പവേഴ്സ് മേ ബി ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ വരാം. ഓക്കെ,
അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദ ലിക്വിഡേറ്റർ ഷാൾ പബ്ലിഷ് എ നോട്ടീസ് റിക്വയറിംഗ് ഓൾ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ സൊസൈറ്റീസ് ടു ബി സബ്മിറ്റഡ് ടു ഹിം വിത്തിൻ എ പീരിയഡ് ഓഫ് 2 months. അതായത് 2 മാസത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു 2 മാസത്തിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു കമ്പനിക്ക് എത്രത്തോളം ക്ലെയിംസ് ബാധ്യതയുണ്ട് എന്ന് സബ്മിറ്റ് ചെയ്യണം. ആരുടെ മുന്നിൽ? നമ്മുടെ ലിക്വിഡേറ്ററിൻ്റെ മുന്നിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പവർ, അതായത് നിർബന്ധമായിട്ട് 2 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത്തരത്തിലുള്ളൊരു നോട്ടീസോ അല്ലെങ്കിൽ റിപ്പോർട്ടോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട് എന്ന് അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട്. ഓക്കെ. പിന്നെ ഫയൽ ദി കേസ് ഫോർ ആൻഡ് ബിഹാഫ് ഓഫ് ദി സൊസൈറ്റി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിഹാഫ് വെച്ചിട്ട് കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു പവറുണ്ട്. പിന്നെ മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ്, ലീഗൽ ഹയേഴ്സ്, നോമിനീസ് എക്സെട്ര ആഫ്റ്റർ സെറ്റിംഗ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. അതായത് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും പാസ്റ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനുള്ള പവേഴ്സ് ഉണ്ട്. പിന്നെ ലിക്വിഡേറ്റർ ഷാൾ ഇൻവെസ്റ്റിഗേറ്റ് ദ ക്ലെയിം എഗെയിൻസ്റ്റ് ദി സൊസൈറ്റി. പിന്നെ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഷാൾ ബൈ ഡിസൈഡഡ് ബൈ ഹിം. അതായത് ലിക്വിഡേഷൻ്റെ കോസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലിക്വിഡേറ്ററാണ്. പിന്നെ ഹി ഷാൾ ഹാവ് ദി പവർ ടു ഡിസൈഡ് വെദർ എ പേഴ്സൺ ഈസ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ, നോമിനി. പിന്നെ ഹി ഷാൾ ഹാവ് ദി അതോറിറ്റി ടു ക്യാരി ഓൺ ദി ബിസിനസ് ഫോർ ദി ബെനിഫിഷ്യൽ വൈൻഡിങ് അപ്പ് ഓഫ് ദി സൊസൈറ്റി. പിന്നെ ഹി ഷാൾ ഹാവ് ടു സബ്മിറ്റ് പീരിയോഡിക്കൽ റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ വിത്ത് റിഗാർഡ് ടു ദ പ്രോഗ്രസ് ഓഫ് ദി വൈൻഡിങ് അപ്പ്. പിന്നെ ഹി ക്യാൻ എംപവർ എനി പേഴ്സൺ ടു അസിസ്റ്റ് ഹിം. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിനെയും ഈ ലിക്വിഡേറ്റർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ദി ലിക്വിഡേറ്റർ ക്യാൻ കോൾ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ്. അതായത് ജനറൽ ബോഡി മീറ്റിംഗ് വയ്ക്കുന്നതിനുള്ളൊരു പവർ ആർക്കുണ്ട്? ലിക്വിഡേറ്റർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിൻ്റെ കേസിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ലിക്വിഡേഷൻ പ്രോസസ്സ്. ഇത് നമുക്ക് ഒരു 12 പ്രോസസ്സ് വല്ലതും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മേ ബി എസ്സേ ആയിട്ട് വരുമായിരിക്കും, അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്താണ് ലിക്വിഡേറ്റർ, പിന്നെ പവേഴ്സ് ഓഫ് ലിക്വിഡേഷൻ പ്രോസസ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് മേ ബി വന്നേക്കാം. എസ്സേയും ഷോർട്ട് എസ്സേയും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ലിക്വിഡേറ്റർ ഈസ് ടു ബി നോട്ടിഫൈഡ് ബൈ ദി രജിസ്ട്രാർ ഓൺ ദി ഒഫീഷ്യൽ ഗസറ്റ്. അതായത് രജിസ്ട്രാർ മാഗസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു റിപ്പോർട്ട് കൊടുക്കും. ഒരു നോട്ടിഫിക്കേഷൻ പോലെ കൊടുക്കും. ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട്, ലിക്വിഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റത്തെയാണ് ഓൾ ലയബിലിറ്റീസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡീംഡ് ടു ഹാവ് ഡ്യൂലി സബ്മിറ്റഡ് ടു ഹിം. അതായത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റീസും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ ആ ഒരു സൊസൈറ്റിയുടെ, അത് നമ്മുടെ ആരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ ലിക്വിഡേറ്റർ അടുത്ത് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഓൾ ലയബിലിറ്റീസ് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് സൊസൈറ്റി ഷാൾ ബി ഡീംഡ് ടു ഹാവ് ഡ്യൂലി സബ്മിറ്റഡ് ടു ഹിം. ഓക്കെ. മൂന്നാമത്തെയാണ് ലിക്വിഡേറ്റർ ഷാൾ ഫസ്റ്റ് സെറ്റിൽ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആദ്യം ലിക്വിഡേറ്റർ എന്തായിരിക്കും സെറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കുക? അസറ്റ്സും ലയബിലിറ്റീസും. ഹി വിൽ പ്രൊസീഡ് ടു ഡിറ്റർമൈൻ ദി കോൺട്രിബ്യൂഷൻ ടു മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ്. അതായത് അതിന് ശേഷം അയാൾ ഡിറ്റർമൈൻ ചെയ്യും ഇപ്പോൾ ഉള്ള മെമ്പേഴ്സിൻ്റെയും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മെമ്പേഴ്സിൻ്റെയൊക്കെ എത്രത്തോളം കോൺട്രിബ്യൂഷനാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളതെന്ന് അയാൾ ഡിറ്റർമൈൻ ചെയ്യും. The liquidator is required to submit to the registrar in the prescribed performa quarterly progress report stating the progress made on winding up of the society. അതായത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വാർട്ടർലി പ്രോഗ്രസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ദ ലിക്വിഡേറ്റർ മേ ആക്ട് വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി രജിസ്ട്രാർ ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദി റൂൾസ്. അതായത് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ആക്ട് വല്ലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് രജിസ്ട്രാറുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിക്കണം. അത് മുന്നേ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അതെല്ലാം പുതിയതായിട്ട് അയാൾ വേറെ വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ ദ ലിക്വിഡേറ്റർ മേ ആക്ട് വിത്ത് ദ പ്രീവിയസ് ആക്ഷൻ ഓഫ് ദി രജിസ്ട്രാർ ഇഫ് ഇറ്റ് സ്പെസിഫൈഡ് ഇൻ ദി റൂൾസ്. ഓക്കെ. പിന്നെ ലിക്വിഡേറ്റർ ഷാൾ ഡെപ്പോസിറ്റ് ഓൾ ഫണ്ട്സ് ഇൻ ഹിസ് ചാർജ് ഇൻ ദി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ് ഓർ ഇൻ ദി ഫിനാൻഷ്യൽ ബാങ്ക് ഓർ ഇൻ എനി അതർ ബാങ്ക്സ് അപ്രൂവ്ഡ് ബൈ ദി രജിസ്ട്രാർ. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വല്ല ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ സേവിങ് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻസ് ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്.
provides that the registrar shall fix the amount of remuneration if any to the liquidator. ലിക്വിഡേറ്ററുള്ള റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ രജിസ്ട്രാർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഗിവ്സ് പവേഴ്സ് ടു ദ ലിക്വിഡേറ്റർ കോൾ ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് വെക്കാനുള്ള പവറും ആർക്ക് കൊടുക്കും? രജിസ്ട്രാർ ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. ദെൻ ജനറൽ ബോഡി മീറ്റിംഗ് ദ ലിക്വിഡേറ്റർ ഷാൾ സമ്മറൈസ് ദ പ്രൊസീഡിങ്സ്. അതായത് ജനറൽ ബോഡി മീറ്റിങ്ങിൽ കാര്യങ്ങളൊക്കെ ലിക്വിഡേറ്റർ എന്ത് ചെയ്യുമെന്ന് സമ്മറൈസ് ചെയ്യും. ആൻഡ് ടേക്ക് ഡിസിഷൻ റിഗാർഡിങ് യൂട്ടിലൈസേഷൻ ഓഫ് ദി സർപ്ലസ് ഫണ്ട്. അതായത് സർപ്ലസ് ഫണ്ട് എന്തെങ്കിലും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് 11 ആണ്. ലിക്വിഡേറ്റർ അറ്റ് എനി ടൈം ഫോർ ഗുഡ് ആൻഡ് സഫീഷ്യൻറ്റ് റീസൺ ദ രജിസ്ട്രാർ ക്യാൻ റിമൂവ് എ ലിക്വിഡേറ്റർ അറ്റ് എനി ടൈം ഫോർ ഗുഡ് ആൻഡ് സഫീഷ്യൻറ്റ് റീസൺ ആൻഡ് ഇൻ ദാറ്റ് കേസ്. അതായത് രജിസ്ട്രാർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ലിക്വിഡേറ്ററും റിമൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പറയുന്നതാണ് ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. അതായത് 3 മാസത്തിന്, ഇവിടെ ടെക്സ്റ്റിൽ ഇയേഴ്സ് ആണ്, 3 മാസമാണ്. ഓക്കെ, ഈ ലിക്വിഡേഷൻ ആ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്ത് 3 മാസത്തിനകം തന്നെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് വിത്ത് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് within a period of 3 months from the date of his appointment. If this is not possible for reason beyond the control of the liquidator, he may apply to the registrar with a sufficient reason for extending the period of liquidation. അതായത് ആ ഒരു ലിക്വിഡേഷൻ്റെ പ്രോസസ്സ് ആ ഒരു 3 മാസം തികയില്ല, ഇനി വേണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും അപ്രൂവൽ വാങ്ങിച്ച് 3 മാസത്തിൽ കൂടുതൽ എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്ന കുറച്ച് സിറ്റുവേഷൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇഫ് ദ ലിക്വിഡേറ്റർ ഫെയിൽസ് ടു ടേക്ക് ചാർജ് ഓഫ് ദി ലിക്വിഡേഷൻ വിത്തിൻ 2 months ടൈം ഫ്രം ദി ഡേറ്റ് ഓഫ് ഓർഡർ. അതായത് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടും 2 മാസമായിട്ടും ലിക്വിഡേഷൻ പ്രോസസ്സ് ഇതുവരെയും ലിക്വിഡേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ആൻ അപ്പീൽ മെയ്ഡ് ടു ദ ഗവൺമെൻറ് കൺഫേം എനി ബൈ ദ ടൈം ഓഫ് ദ ലിക്വിഡേറ്റർ ഹാസ് നോട്ട് ബീൻ അപ്പോയിൻറ്റഡ് വിത്തിൻ 2 months. അതായത് ഗവൺമെൻറ് എന്നൊരു കൺഫർമേഷൻ ഓർഡർ കിട്ടിയിട്ടും നമ്മളെ ലിക്വിഡേറ്റർ അവരെന്ത് ചെയ്തിട്ടില്ല, അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിലും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വെൻ ദി അഫയേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഈസ് വൗണ്ട് അപ്പ്. ലാസ്റ്റ് പറയുന്നതാണ് വെൻ ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഫയൽ വൈൻഡ് അപ്പ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകല ഡോക്യുമെൻറ്റ്സും വേണ്ടി വരും. അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിന് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയില്ല, അത് ക്യാൻസൽ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.